ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് CPIMന്റെ തീരുമാനം. രാജ്യത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികളുടെ കണക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു മുകേഷിന് CPIM രക്ഷാകവചമൊരുക്കിയത്. MLA സ്ഥാനം രാജിവെച്ചതിനു ശേഷം കുറ്റവിമുക്തനായാൽ തിരികെ ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്ന ന്യായമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ സ്വീകരിച്ചത്. സിനിമയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ ഒരമാന്തവും കാണിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന സർക്കാരിന് ആരോപണ വിധേയൻ കൂടിയായ ഇടതുപക്ഷ MLAയും സിനിമാ നടനുമായ മുകേഷിനെ തൽക്കാലത്തേക്കെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നുന്നതേയില്ല. മുകേഷിനെ പരമാവധി സംരക്ഷിക്കുകയാണ് CPIM. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. UDFന്റെ 2 MLAമാർക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ട് അവർ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള മുരട്ടുവാദം ഉപയോഗിച്ചാണ് മുകേഷിനെ CPIM ന്യായീകരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നതുകൊണ്ടാണ് ആരോപണം ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത്. MLAമാർക്ക് അങ്ങനെ കഴിയില്ലെന്നും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ കുറ്റവിമുക്തനാകുമ്പോൾ തിരികെ എത്താൻ പ്രയാസമായിരിക്കുമെന്നും ന്യായീകരണം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അന്വേഷണ സംഘത്തിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉറപ്പു നൽകിയ ആരോപണ വിധേയനായ ഇടതുപക്ഷ MLA ആകട്ടെ സംഘത്തെ വട്ടം ചുറ്റിച്ചു. പരാതിയിൽ തെളിവ് ശേഖരണത്തിനെത്തിയ അന്വേഷണ സംഘത്തിന് മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ നൽകിയില്ല. നേരത്തെ വിവരമറിയിച്ചെത്തിയ അന്വേഷണ സംഘം ഫ്ളാറ്റിനു മുന്നിൽ 1 മണിക്കൂറോളം കാത്തുകിടന്നു. ഭരണകക്ഷി MLAയും പാർട്ടിയുടെ പിന്തുണയുമുള്ള മുകേഷിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ സംഘം മടങ്ങി. പീഡനമുണ്ടായത് മരടിലെ മുകേഷിന്റെ ഫ്ളാറ്റിൽ വെച്ചാണെന്ന മൊഴിയുള്ളതിനാൽ തെളിവെടുപ്പ് അന്വേഷണ സംഘത്തിന് ഒഴിവാക്കാനാകില്ല. അടുത്ത ദിവസം താക്കോൽ എത്തിച്ചു നൽകണമെന്ന് മുകേഷിനോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിസ്സഹകരണം അന്വേഷണത്തെ വൈകിപ്പിക്കുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. നിസ്സഹകരണത്തോടൊപ്പം പാർട്ടി പിന്തുണ കൂടിയാകുമ്പോൾ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ എന്നാണോ MLA കരുതുന്നതെന്നാണ് സംശയം. സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തുന്നുണ്ട്. സർവ്വസമയവും സ്ത്രീപക്ഷമെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് അതുമാത്രം മതിയോ മുഖം രക്ഷിക്കാനെന്നുള്ളതാണ് വരും ദിവസങ്ങളിലെ ആകാംക്ഷ. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.